കേട്ടോ. ചില സിസ്റ്റർ ഇൻ ലോസിന്റെ ആറ്റിറ്റ്യൂഡ്, അതായത് ഇവർക്ക് അവരുടെ ബ്രദറിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആവും. ചൈൽഡ്ഹുഡ് ഒക്കെ തൊട്ട് തന്നെ ചിലപ്പോൾ പേരൻസിനേക്കാൾ അറ്റാച്ച്മെന്റ് ബ്രദറിനോടൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനും തെറ്റില്ല, നല്ല കാര്യമാണ്. പക്ഷെ ഈ ബ്രദറിന്റെ ലൈഫിലേക്ക് പുതിയൊരാൾ കടന്നു വരുമ്പോൾ അവരുടെ സ്പൗസ് ഇവർക്ക് അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അറിഞ്ഞോ അറിയാതെയോ. അപ്പൊ എപ്പോഴും ഈ ബ്രദറിന്റെ വൈഫിനെ ഇവരൊരു ഔട്ട്സൈഡർ പോലെ ട്രീറ്റ് ചെയ്യും. അതായത് പല കാര്യങ്ങളിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യും. ഫാമിലി കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ബ്രദറിന്റെ വൈഫിനെ അങ്ങ് മാറ്റി നിർത്തും. ഫാമിലിയിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ പോലും, ഫോർ എക്സാമ്പിൾ ഫാദറിലോ മദറിലോ ഒക്കെ ഒരു അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, ആ വിവരം അറിയിക്കാൻ ബ്രദറിനെ വിളിച്ചിട്ട് ബ്രദർ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ പോലും ഒരു കോൾ പോലും സിസ്റ്ററിലോടെ ഫോണിലേക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് പോവില്ല. ഹസ്ബൻഡിന്റെയും വൈഫിന്റെ ഇടയിലുള്ള കാര്യങ്ങളിൽ പല ഇൻട്രൂസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ബ്രദറിന്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ കാണിക്കുക. ഈ പോസസീവ്നെസ് തലക്കടിച്ചിട്ടേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഈ മദറിൻലോ ഫാദറിൻലോനായിട്ട് ഈ ബ്രദറിന്റെ വൈഫിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കും. എന്നിട്ട് അവർക്ക് ഇടയിൽ പ്രശ്നം ഉണ്ടാക്കും. ഈവൻ ഈ ബ്രദറും വൈഫും താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ പോലും ബ്രദറിനോട് മാത്രം വിളിച്ച് പറയും. ബ്രദറിന്റെ വൈഫിന് ഇതിനൊരു റോളും ഇല്ല, ഞാൻ എന്റെ ബ്രദറിന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ. നിങ്ങൾ നിങ്ങളുടെ ബ്രദറിനെ സ്നേഹിക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ബ്രദറിന്റെ പാർട്ട്ണറിനെയും അതുപോലെ സ്നേഹിക്കുക, റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. അല്ലാത്ത പക്ഷം അത് വെറും ഒരു സ്വാർത്ഥതയല്ലേ. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള പല ആറ്റിറ്റ്യൂഡ്സും കാണിക്കുമ്പോ അവരെ ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ അവരൊട്ടും അന്വേഷിക്കുന്നില്ല, വിളിക്കുന്നില്ല, ഓക്കെ, നിങ്ങളും വിളിക്കാൻ നിൽക്കണ്ട. അയ്യോ ഇനി ഞാനായിട്ടൊരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കയറി ചെന്നിട്ട് സ്വന്തം സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സബ്സർവിയൻസ് അല്ലെങ്കിൽ ഒരു സബ്മിസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇത്തരം ആളുകളുടെ അടുത്ത് കാണിക്കാതിരിക്കുക. ദ മോർ യു ചേസ് ദം, ദ മോർ ദേ ആർ ഗോയിങ് ടു ട്രീറ്റ് യു ഡിസ്റെസ്പെക്ട്ഫുള്ളി. ഇതിനകത്ത് ഈ ബ്രദേഴ്സിന് വലിയൊരു റോൾ ഉണ്ട് കേട്ടോ പ്ലേ ചെയ്യാനായിട്ട്. അതായത് ഞാനും എന്റെ വൈഫും ടീമാണ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫാമിലിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത്. മൈ വൈഫ് ഇസ് നോട്ട് ആൻ ഔട്ട്സൈഡർ. അത്തരം റെസ്പെക്ട് സ്വന്തം ഭാര്യയ്ക്ക് കിട്ടേണ്ട രീതിയിലുള്ള ബൗണ്ടറീസ് അങ്ങ് സെറ്റ് ചെയ്തേക്ക്. ഓ പെണ്ണിന്റെ വാക്കിന് മാത്രം നടക്കുന്നവൻ, ഇത്തരം ഇമോഷണൽ മാനിപ്പുലേഷന് വീഴാതിരിക്കുക.